പോകുമെന്നും പറഞ്ഞ് ഇവിടെ ഇറങ്ങിയ ഞാൻ എന്തിനാ ഇപ്പൊ തിരിച്ചു വന്നേന്ന് ആലോചിച്ചു. ഞാനും കൂടി കഴിഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ മിഥുൻ പറഞ്ഞു തരും. ഇനി മുതൽ മിഥുന്റെ വൈഫ് ഞാനായിരിക്കും. നിന്നെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോവാ ഞാൻ. ഗെറ്റ് റെഡി. രാത്രി മിഥുന ഗസ്റ്റ് രാത്രി നീ എന്നെ എന്താ ചെയ്തെന്ന് മറന്നുപോയ മിഥുൻ. രാത്രി നീ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് എന്നോട് നിനക്ക് ഒരുപാട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ പേരിൽ എന്നോട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ആ അവസരം മുതലെടുത്ത് നീ മഞ്ജുലയുടെ ജീവിതം തന്നെ തകർത്തല്ലോ. മിഥുനേട്ടാ, പ്ലീസ് മേഘനെ, ലീവ് മീ അലോൺ. ഏത് സമയം വരെ? കുറച്ചു നേരമെങ്കിലും ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരിക്കട്ടെ. അപ്പൊ അത് കഴിഞ്ഞ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് മിഥുനേട്ടൻ എന്നോട് പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് എന്നോട് ഇപ്പൊ പറ. എനിക്ക് പറയാനൊന്നുമില്ല. പക്ഷെ എനിക്ക് കേൾക്കാൻ ഒരുപാടുണ്ട്. അത് കേട്ടാ നിനക്ക് സഹിക്കാൻ കഴിയില്ല മേഘനെ. പറഞ്ഞ മിഥുനേട്ടന്റെ മനസ്സിലെ ഭാരം ഒഴിയും. പ്ലീസ് മേഘനെ, എനിക്ക് ഗിൽറ്റി ഫീൽ ചെയ്യാ. ആ ഗിൽറ്റ് പോവാൻ വേണ്ടി എന്നോട് പറയാൻ പറയുന്നത്. ചെയ്ത പാപം പറഞ്ഞാൽ തീരില്ലല്ലോ. സംഭവിച്ചത് പറഞ്ഞാലല്ലേ അത് പാപാണോ പുണ്യാണോ എന്ന് പറയാൻ പറ്റൂ. ഞാനൊരു തെറ്റ് ചെയ്തു മേഘനെ. എന്റെ പൊന്നു മഞ്ജരി, നീ പ്ലാൻ ചെയ്തത് എന്തായാലും ശരി. നീ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തല്ലോ. പെർമനന്റ് ആയിട്ട് നിനക്ക് ഈ വീട്ടിൽ സെറ്റിൽ ആവാനും പറ്റി. എന്നാലും ഇന്നലെ രാത്രി നിങ്ങൾക്കിടയിലൊന്നും നടന്നില്ലല്ലോ അല്ലേ? ഒന്നുമില്ല ആന്റി. മിഥുൻ ശരിക്കും ശ്രീരാമൻ തന്നെയാ. അവൻ എത്ര ബോധമില്ലാതെ കിടന്നാലും ശരി, ഒരു തെറ്റും ചെയ്യില്ല. പക്ഷെ അവനവിടെ തെറ്റ് ചെയ്തോന്ന് ഞാൻ മിഥുനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. മിഥുൻ വിശ്വസിച്ചാലും അത് മേഘന വിശ്വസിക്കൂ? വിശ്വസിക്കില്ല. മിഥുനേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാ മേഘനെ. എനിക്ക് ബോധമില്ലാതിരുന്നപ്പോ ഞാൻ എന്താ ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല മേഘനെ. ശരിക്കും അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു ആന്റി. ഒരു ബോധമില്ലാതെ മിഥുൻ ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്നപ്പോ ഞാൻ കരഞ്ഞോണ്ട് പറഞ്ഞ സ്റ്റോറി അവൻ അങ്ങ് വിശ്വസിച്ചു. എന്നിട്ട് സോറിയും പറഞ്ഞു. എന്നിട്ട് വീണ്ടും എന്നെ ഇവിടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങൾക്കിടയിൽ എന്താ നടന്നതെന്ന് മിഥുൻ ചിലപ്പോ അന്വേഷിക്കാൻ വരില്ല. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്ന് മേഘന അന്വേഷിച്ച് വരുമെന്ന് നിനക്കറിയാലോ. രാത്രി അവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പറ മിഥുനേട്ടാ. എല്ലാം അറിഞ്ഞിട്ട് എന്താ നിനക്ക് വിഷമിക്കാനാണോ? നീ
അതൊന്നും അറിയാതിരിക്കുന്നത് നല്ലത്. അറിഞ്ഞുകൊണ്ട് മിഥുനേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. മിഥുനേട്ടൻ എനിക്ക് അത്രയ്ക്കും വിശ്വാസമുണ്ട്. ഇന്നലെ ആ സമയത്ത് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ആ റൂമിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നോ രാത്രി അവിടെ വെച്ച് എന്തൊക്കെ സംഭവിച്ചു എന്നോ എനിക്കൊന്നും തന്നെ ഓർമ്മയില്ല. നേരം വെളുത്ത് കണ്ണു തുറന്നു നോക്കുമ്പോ മഞ്ജരി അടുത്തിരുന്ന് കരയായിരുന്നു. എന്റെ കണ്ണീര് കണ്ട് മിഥുൻ ശരിക്കും അങ്ങ് വീണുപോയി. ഞാൻ പറഞ്ഞ കഥ കേട്ട് മിഥുൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഹാ, പക്ഷെ ഇതൊക്കെ മേഘന അറിഞ്ഞാലേ സത്യം കണ്ടുപിടിക്കാതെ അവള് വിട്ടു തരില്ല. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് അവള് പ്രൂവ് ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ പ്രൂവ് ചെയ്യും മിഥുനേട്ടാ. മിഥുനേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പ്രൂവ് ചെയ്യും. തെറ്റ് സംഭവിച്ചു പോയെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. ഇനി എന്ത് പ്രൂവ് ചെയ്യാനാ? രാത്രി എന്താ സംഭവിച്ചെന്ന് മിഥുനേട്ടൻ ഓർമ്മയില്ലെന്നല്ലേ പറഞ്ഞ? അങ്ങനെയുള്ളപ്പോ അത് സംഭവിച്ചു എന്ന് എങ്ങനെയാ ഉറപ്പിക്കാ? എങ്ങനെയാന്ന് വെച്ചാ ഒരു പെണ്ണ് വന്ന് അവളുടെ ചാരിത്രം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാ അതിലെന്ത് കള്ളത്തരമുണ്ടാവാനാ? സംഭവിക്കാത്ത കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞ് ഒരു പെണ്ണ് അവളുടെ മാനം വെച്ച് കളിക്കൂ ആന്റി. ഒരിക്കലും ഒരു പെണ്ണിന്റെ വ്യക്തിത്വത്തെ മിഥുനായിട്ട് നിന്നിക്കില്ല. ആ വീക്ക് പോയിന്റ് വെച്ചിട്ട് തന്നെ ഞാൻ ഇവിടെ കളിക്കുന്നത്. ഹാ, ആ കാര്യം മേഘന അറിഞ്ഞാലേ നിന്നെ വെച്ച് കളിക്കുന്ന കാണാം. ഈ വീട്ടിൽ നീ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ നിന്നെ ഇവിടുന്ന് അവളെ ഇറക്കി വിടും. മേഘനയ്ക്ക് എന്തായാലും ഞാൻ ആ ചാൻസ് കൊടുക്കില്ല. മഞ്ജരി ഇത് മുതലാക്കിയതാണെന്ന സംശയം എനിക്ക് നന്നായിട്ടുണ്ട്. മിഥുനേട്ടന്റെ മനസ്സിലെ നന്മ കൊണ്ടാണ് അവളിപ്പോ കളിച്ചോണ്ടിരിക്കുന്നത്. മഞ്ജരി എന്റെ നല്ല ഫ്രണ്ടാണ് മേഘനെ. മാത്രല്ല അവളൊരു പെണ്ണാണ്. അവളിങ്ങനെ കള്ളം പറയോ? മഞ്ജരി ഇതുവരെ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് മിഥുനേട്ടാ. അതൊക്കെ പുറത്തു പറഞ്ഞാ അവളൊരു പെണ്ണാണെന്ന് ആരും വിശ്വസിക്കില്ല. അമേരിക്കയിലേക്ക് പോകാൻ രാത്രി എന്തോ തെറ്റ് ചെയ്തു പോയെന്ന് മിഥുനേട്ട ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. മഞ്ജരി അങ്ങനെ വിശ്വസിപ്പിച്ചതാണ്. ആദ്യം ഈ ഗിൽട്ടിൽ നിന്ന് മിഥുനേട്ടനെ പുറത്ത് കടത്തിയേ പറ്റൂ. ഇപ്പൊ എന്തായാലും ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ശരി മിഥുനേട്ട, ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ മിഥുനേട്ടൻ പറയുന്നത്? അറിയില്ല, ആലോചിക്കണം. That's why I need some space. Please, Meghana, leave me alone. ഇവിടെ ഇനി ഒന്നും ആലോചിക്കാനില്ല ആന്റി. എന്നെ ഭാര്യയായിട്ട് അക്സെപ്റ്റ് ചെയ്യാന്നല്ലാതെ മിഥുന്റെ മുന്നിൽ ഇനി ഒരു വഴിയുമില്ല. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മഞ്ജരി? മറ്റെന്താവാൻ ആന്റി, രാത്രി സംഭവിച്ച കാര്യം മിഥുൻ എന്തായാലും മേഘനയോട് പറഞ്ഞു കാണും. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് മിഥുൻ എന്തായാലും ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് മേഘനയ്ക്ക് ഇത് ആരോടും പറയാൻ പറ്റില്ല. മിഥുൻ പുറത്ത് പറയുന്നത് വരെ ഞാൻ ഈ കാര്യം ആരോടും പറയില്ല. നീ ഒന്നും പറയുന്നില്ല, മിഥുനൊന്നും പറയുന്നില്ല, മേഘനെ ഒന്നും പറയുന്നില്ല. ആരും ഇതിനെക്കുറിച്ച് പറയാതിരുന്ന വീട്ടിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ. ഞാനിപ്പോ ആന്റിയോട് സംഭവിച്ചതെല്ലാം കാര്യമായിട്ട് പറഞ്ഞു തന്നില്ലേ? ആ, അപ്പോ ഞാൻ എല്ലാവരോടും പറയണമെന്നാണോ? ആ, ശരിയാ. ഇത്രയും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള അർഹത എനിക്ക് തന്നെയാ ഉള്ളത്. പോയി ഈ വാർത്ത ചൂടോടെ തന്നെ എല്ലാവരോടും പറയട്ടെ. അവൻ പറയുന്നില്ലെങ്കിൽ നമുക്ക് അവനെ കൊണ്ട് പറയിക്കാം. വാ ജയദേവ. നിക്കുവല്ലേ, മിഥുനേട്ടൻ എന്നോട് പറഞ്ഞു.
രാത്രി എന്താ സംഭവിച്ചെന്ന് മഞ്ജരി എന്നോട് പറഞ്ഞു. നീ ഒന്നും മിണ്ടാതിരിക്കെ. നീ പറയും മോളെ. ഇന്നലെ രാത്രി മിഥുനേട്ടന്റെ ഫ്രണ്ട്സ് മിഥുനേട്ടനെ കളിപ്പിക്കാൻ വേണ്ടി കൂൾ ഡ്രിങ്ക്സില് കുറച്ച് മദ്യം കലക്കി കൊടുത്തു എന്ന്. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ? നീ ഒന്നും മിണ്ടാതിരിക്കും പ്രിയമതേ. മേഘനെ മോള് പറഞ്ഞാട്ടെ. ഡ്രിങ്ക്സ് കഴിച്ച കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞാ എനിക്ക് വിഷമം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഗസ്റ്റ് ഹൗസിൽ ഏതോ റൂമിൽ കിടന്ന് ഉറങ്ങിപ്പോയി എന്ന്. ആ സമയത്ത് എന്താ സംഭവിച്ചെന്നറിയോ? മോം ഒന്ന് മിണ്ടാതിരിക്കോ. ഏട്ടത്തി കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കല്ലേ. ഏട്ടത്തി പറ. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. രാവിലെ എഴുന്നേറ്റ് മിഥുനേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നു. ഡ്രിങ്ക്സ് കഴിച്ച് ഗിൽട്ട് ഉള്ളത് കൊണ്ട് ആരെയും ഫേസ് ചെയ്യാൻ പറ്റാതെ അവിടെ ഒറ്റയ്ക്കിരിക്കുക. ശരിക്കും സത്യം എന്താണെന്ന് കൂടി പറ മേഘനെ. അതെന്തിനാ നീ മറച്ചു വെക്കുന്നേ? അതെന്ത് സത്യ? മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? പലതും സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ഒഴിച്ച് മേഘന ബാക്കിയുള്ള എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ചെറിയ ഇപ്പൊ അത് തന്നെ മേഘനയും പറഞ്ഞു കഴിഞ്ഞത്. മേഘന എന്തോ സത്യം മറച്ചു വെച്ചെന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞത്? അതെന്താ മറച്ചു വെച്ചത്? അങ്ങനെ ഒരു കാര്യമല്ല ജയദേവേട്ടാ. അവിടെ ഉണ്ടായ സംഭവങ്ങൾ തന്നെയാ മേഘന പറഞ്ഞത്. ഈ ഒരു കാര്യത്തിന് മാത്രമാണ് മോം ഇത്ര എക്സൈറ്റഡ് ആയത്. മേഘന എനിക്കിട്ട് ഇങ്ങനെ ഒരു ബോംബ് വെക്കുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ഈ അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാ, ഒരു കാര്യമില്ലാതെ ബിൽഡപ്പ് തന്നോളൂ. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞാ അപ്പം മഞ്ജരി തിരിച്ചു പോകും മേഘനെ? പിന്നെ ഇവിടെ തിരിച്ചു പോവാച്ചാ. അപ്പോ മഞ്ജരി പുറത്തുള്ള ആളല്ല, ഈ കുടുംബാംഗം തന്നെയാണെന്ന് വലിയേട്ടൻ പറഞ്ഞതോ? എന്ന് വെച്ചാ ആ മഞ്ജരി ഇനി അമേരിക്കയിലേക്ക് പോവില്ലേ ചേച്ചി? അവൾ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഇല്ല, മഞ്ജരി തീർച്ചയായിട്ടും അമേരിക്കയിലേക്ക് പൊക്കോളും. മിഥുനേട്ടന് അപ്പോഴത്തെ മൂഡിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതല്ലേ. സത്യം പറയും. നിങ്ങൾ ഞങ്ങളോടൊന്നും മറച്ചു വെക്കുന്നില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല വല്യമ്മേ. നിങ്ങളോടൊക്കെ എന്ത് മറച്ചു വെക്കാനാ? അങ്ങനെയല്ലേ ചെറിയമ്മേ? മഞ്ജരി തിരിച്ച് അമേരിക്കയിലേക്ക് പോകുന്നല്ലേ ചെറിയമ്മയോടും പറഞ്ഞത്? ചെറിയമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ തന്നെ നേരിട്ട് ചെന്ന് മഞ്ജരിയോട് സംസാരിച്ചിട്ട് വരാം. ഇതെന്താ മേഘനെ ചെപ്പയ്ക്ക് അടിക്കുമെന്നാ വിചാരിച്ചത്. ഇപ്പൊ അവള് കൈകൊട്ടുന്ന എന്തിനാ? എന്താ മേഘന എനിക്ക് ക്ലാപ്സ് ഒക്കെ തരുന്നു? നിന്റെ ബുദ്ധിയെ ഞാനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തതാ മഞ്ജരി. മിഥുനേട്ടന്റെ മനസ്സിലെ നന്മ മുഴുവൻ നീ നിന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി നന്നായിട്ട് ഉപയോഗിച്ചല്ലോ. ഹാറ്റ്സ് ഓഫ് ടു യു. ഒരു സമയത്ത് മിഥുനേട്ടൻ നിന്നെ പ്രേമിച്ചതിന് നീ മനസ്സറിഞ്ഞപ്പോ മിഥുനേട്ടനെ ചതിച്ചോണ്ടിരിക്ക. നീ ശരിക്കും ടാലന്റഡ് തന്നെയാ. ഞാൻ മിഥുനെ എങ്ങനെ ചതിച്ചെന്നാ നീ പറയുന്നേ? മിഥുനാണ് ശരിക്കും ഇന്നലെ രാത്രി എന്നോട് തെറ്റ് ചെയ്തത്.
ഒരു കള്ളം 100 തവണ പറഞ്ഞെന്ന് കരുതിയത് സത്യാവില്ല. ആരാ കള്ളം പറഞ്ഞേ? രാത്രി ഞങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചെന്ന് മിഥുൻ നിന്നോട് പറഞ്ഞില്ലേ? നിങ്ങൾക്കിടയിൽ ഒന്നും നടന്നിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്കെങ്ങനെ അറിയാം? നീ അവിടെ ഉണ്ടായിരുന്നോ? നീ കണ്ടോ? നീ എന്താ അതിനിവിടെ സാക്ഷിയായിരുന്നോ? മിഥുനേട്ടന്റെ കൂടെ ജീവിച്ച ഭാര്യയാണ് ഞാൻ. ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്കല്ലാതെ മറ്റാർക്കാണ് നന്നായിട്ട് അറിയാവുന്നത്? ഒരാണിനെ പ്രസവിച്ച അമ്മയെക്കാളും അയാൾ കല്യാണം കഴിച്ച ഭാര്യയ്ക്കായിരിക്കും അയാളെ കുറിച്ച് A to Z കാര്യങ്ങൾ അറിയാവുന്നത്. അങ്ങനെ ഓരോന്ന് വിചാരിച്ചിരിക്കുന്നത് നിന്റെ കുഴപ്പോ? എന്താ ഞാൻ വിചാരിച്ചു വെച്ചതാണെന്നോ? ഒരു സമയത്ത് ചിക്കു മിഥുനേട്ടന്റെ സ്വന്തം മകനല്ല, പറ്റുമെങ്കിൽ DNA ടെസ്റ്റിന് പോയാലോ എന്ന് ചോദിച്ചവളല്ലേ നീ? അന്ന് ചിക്കുനെ കൊണ്ട് വരാന്ന് ഞാൻ സമ്മതിച്ചു. ഇപ്പോ ടെസ്റ്റിന് പോവാൻ നീ തയ്യാറാണോന്നാ ഞാൻ ചോദിക്കുന്നത്. റെഡിയല്ലേ? കൂൾ ഡ്രിങ്ക്സിലും മദ്യമൊഴിച്ച് നീ മിഥുനേട്ടന്റെ ബോധം കെടുത്തി എന്നുള്ളത് വരെ സത്യമാണ്. അല്ലാതെ എന്റെ മിഥുനേട്ടൻ നിന്നൊന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല. എത്ര ബോധമില്ലാതെ കിടന്നാലും ശരി, മിഥുനേട്ടൻ നിന്റെ ശരീരത്തിൽ അറിയാതെ പോലും ഒരു വിരൽ കൊണ്ടുപോലും തൊടില്ല. അത്ര കോൺഫിഡന്റ് ആയിട്ട് നീ എങ്ങനെ പറയുന്നേ? മിഥുനേട്ടൻ എന്റെ ഭർത്താവായതുകൊണ്ട്. മിഥുനേട്ടന്റെ മനസ്സ് എല്ലാവരെക്കാളും നന്നായി ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട്. സമ്മതിച്ചു തരാം, നീ പറഞ്ഞതെല്ലാം സത്യം. നീ പറഞ്ഞതുപോലെ മിഥുനന്റെ രോമത്തി പോലും തൊട്ടിട്ടില്ല. ബോധമില്ലാതെ കിടന്ന് ഉറങ്ങിന്ന് പറഞ്ഞത് ശരിയാ. പക്ഷെ രാവിലെ ഉണർന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞതെല്ലാം മിഥുൻ വിശ്വസിച്ചു. ഞങ്ങൾക്കിടയിൽ തെറ്റ് നടന്നു മിഥുന് ഫീൽ ചെയ്തു. ആ ഫീലിങ്ങിനെ ഞാൻ ഇനിയും കൂടുതൽ അങ്ങ് വളർത്തിയെടുക്കും. മിഥുനെ ഞാൻ അത് കൂടുതൽ കൂടുതൽ വിശ്വസിപ്പിക്കും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ ടെസ്റ്റിന് കൊണ്ടുപോകണമെന്ന് മിഥുനോട് പറയാൻ പോവാണോ? ചീ, ഞാൻ നിന്നെ പോലെ സംസ്കാരമില്ലാത്ത കുടുംബത്തിലല്ല വളർന്നത്. പിന്നെ എങ്ങനെയാ ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചില്ലെന്ന് നീ തെളിയിക്കുന്നത്? മിഥുന്റെ ഈ ഗിൽറ്റ് നീ എങ്ങനെ മാറ്റിക്കൊടുക്കും? ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് നീ അറിയേണ്ട കാര്യമില്ല. ശരിയായ സമയത്ത് തന്നെ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മിഥുനേട്ടനെ ഞാൻ രക്ഷിച്ചിരിക്കും. ആ സമയത്തിനുള്ളില് ഞാൻ മിഥുനെ കൊണ്ട് എന്റെ കഴുത്തി താലി കെട്ടിക്കും. അവന്റെ ഭാര്യയും ആവും. അന്ന് തന്നെ നീ ചെയ്ത തെറ്റുകൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞ് മിഥുനേട്ടനെ കൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് നിന്നെ ചവിട്ടി പുറത്താക്കും. അത് നിന്നെ കൊണ്ട് പറ്റില്ല മേഘനെ. മിഥുൻ ഇപ്പോ എന്റെ വലയത്തിലാ ഉള്ളത്. ഞാൻ പറയുന്നതേ മിഥുൻ വിശ്വസിക്കും. വീട്ടിലുള്ളവരൊക്കെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാ അവരെല്ലാവരും കൂടി മിഥുനെ നിർബന്ധിച്ച് എന്റെ കഴുത്തി താലി കെട്ടിക്കുമെന്ന് ഉറപ്പാ. അഭിമാനത്തിന്റെ പേരിൽ. അതിനു വേണ്ടിയാണോ പ്രിയംവദച്ചെറിയമ്മോട് പറഞ്ഞ് ഈ കാര്യം നീ എല്ലാവരെയും അറിയിക്കാനായി വിട്ടത്? നിങ്ങൾ രണ്ടും കൂടി എന്തൊക്കെ പ്ലാൻ ചെയ്താലും ശരി, അതൊന്നും ഒരിക്കലും ഇവിടെ വില പോവില്ല. അമേരിക്കയിലേക്ക് പോകാനുള്ള ലഗേജ് പാക്ക് ചെയ്തതല്ലേ? എന്തായാലും അതൊക്കെ കൊണ്ടുപോകാൻ നീ റെഡി ആയിക്കോ. മഞ്ജരി, രാത്രി ഒന്നും സംഭവിച്ചിട്ടില്ലാന്ന് നീ എന്തിനാ മേഘനോട് സമ്മതിച്ചു കൊടുത്തേ? ഞാൻ സമ്മതിച്ചു കൊടുത്താലും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മിഥുൻ സമ്മതിച്ചു കൊടുക്കാൻ പോണില്ലല്ലോ ആന്റി. നീ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ മേഘന എന്താ തിരിച്ചു ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഓൾറെഡി മിഥുനിപ്പോ വീക്കായി കഴിഞ്ഞു ആന്റി. മേഘന ഇനി എത്ര സ്ട്രോങ് ആയി പറഞ്ഞാലും ശരി, മിഥുൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഒരു ദൃക്സാക്ഷി പോലും ഇല്ലാത്ത കാര്യം മേഘനെ തെളിയിച്ച ചരിത്രം ഉണ്ടെന്ന് അറിയാലോ. അങ്ങനെയുള്ളപ്പോ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് നീ അവളുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ആന്റി. മിഥുന്റെ മനസ്സിൽ ആ ഗിൽറ്റ് ഉള്ളിടത്തോളം കാലം ഞാൻ സേഫ് ആയിരിക്കും. അല്ല, ഞാൻ കാര്യം പറയാൻ ആന്റിയെ വിട്ടതല്ലേ? ആന്റി എന്തോന്നും പറയാത്തത്? കാര്യം എല്ലാവരോടും പറയുന്നതിന് മുമ്പ് ആ ബ്യൂറോയുടെ താക്കോൽ എടുത്തത് മാല കാണാതെ പോയതൊക്കെ മേഘന എടുത്തിട്ടില്ലേ? ഈ വീട്ടിലുള്ളവരൊക്കെ കാര്യം അറിഞ്ഞാലേ ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾക്കൊക്കെ ബലം കിട്ടും. എന്റെ മിഥുന്റെ കല്യാണം നടക്കൂ. ഇപ്പൊ അവസരം കിട്ടിയില്ലെന്നേ ഉള്ളൂ മഞ്ജരി. നല്ലൊരു ടൈം നോക്കി നമുക്ക് എങ്ങനെങ്കിലും അവതരിപ്പിക്കാം. അതൊക്കെ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പറഞ്ഞേ പറ്റൂ. മിഥുന്റെ മനസ്സിൽ ഈ വിഷമം ഉള്ളപ്പോഴേ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ നടക്കുകയുള്ളൂ. ശരി മഞ്ജരി, നമുക്ക് പ്ലാൻ ചെയ്യാം. ഈ 2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാം. ചാരു, കാറ്ററിംഗുകാരോട് ഫുഡ് ഓർഡർ ചെയ്തിരുന്നില്ലേ? ഫോൺ ചെയ്ത് ഓർഡറൊക്കെ ക്യാൻസൽ ചെയ്തേക്കേ. അതെന്തിനാ വിവേക്? ഈവനിങ്ങിൽ പ്ലാൻ ചെയ്തിരുന്ന സെലിബ്രേഷൻ വേണ്ടാന്ന് വെക്കാൻ വല്യേട്ടൻ എന്നോട് പറഞ്ഞു വിളിച്ച. അതെന്താ അങ്ങനെ?
ഏർപ്പാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പൊ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാ? അതറിയില്ല ആന്റി. വലിയേട്ടൻ എന്താ വിഷമമുള്ളതുപോലെ. എന്താ കാര്യമെന്ന് മിഥുനേട്ടനോട് ചോദിച്ചില്ലേ വിവേക്? ഞാൻ ചോദിച്ചതാ, പക്ഷെ വലിയേട്ടൊന്നിനും മറുപടി പറയുന്നില്ല. ഇപ്പൊ ഈ വീട്ടിൽ ഫംഗ്ഷനോ സെലിബ്രേഷനോ ഒന്നും വേണ്ടത് മാത്രം പറഞ്ഞത്.